I invite Shri V. N. Vasavan, Honorable Minister of Ports, Government of Kerala. സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനെ സാദരം ക്ഷണിക്കുന്നു. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന സമാദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்கள் നമ്മുടെ ഈ പദ്ധതി, സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ബഹുമാന്യനായ നമ്മുടെ കേരള ഗവർണർ തുടങ്ങി വേദിയിലുള്ള ബഹുമാന്യരായ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, എം പിമാർ, MLA മാർ, മേയർ ഗൗതം അദാനി, കരൺ അദാനി MLA തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ ചരിത്രയേടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചരിത്ര നിമിഷത്തിന് ഇതാ വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കുന്നു. ലോകം പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കേരളത്തെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ, ലക്ഷ്യത്തിൽ, വ്യാപ്തിയിൽ ഈ തുറമുഖം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത് എന്ന് എടുത്തു പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാം സാധ്യമാകും, നത്തിങ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയൻ്റെ ഏതാണ്ട് വാക്യം അർത്ഥപൂർണമാക്കുന്ന രൂപത്തിലാണ് ഈ പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതിൻ്റെ അമരക്കാരനായ മുഖ്യമന്ത്രിയും നേതൃത്വപരമായ പങ്കുവഹിച്ചു. ആ നിലയിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ, റോ മെറ്റീരിയലിൻ്റെയും പ്രകൃതിക്ഷോഭത്തിൻ്റെയും അതുപോലെ തന്നെ ഓക്കിയുടെയും അതേപോലെ തന്നെ കോവിഡിൻ്റെയും എല്ലാം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച സന്ദർഭം, അതിനെല്ലാം മറികടന്ന് വലിയ പ്രക്ഷോഭ സമരങ്ങളെയും മറികടന്നാണ് ഈ പ്രോജക്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് ജൂലൈയിൽ നമുക്ക് ട്രയൽ റണ്ണിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതിനോടകം തന്നെ 285 ഷിപ്പുകൾ ഇവിടെ വരികയും 5,93,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന അഭിമാനകരമായ നേട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ കമ്മീഷനിലേക്ക് നാം കടക്കുന്നത്. ഈ ചരിത്ര നിമിഷത്തിൽ കൂടുതൽ ദീർഘമായി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരളത്തിൻ്റെ സമാദരണീയനായ മുഖ്യമന്ത്രി, കാലം കരുതി വെച്ച കർമ്മയോഗി, ഈ തുറമുഖത്തിൻ്റെ ശില്പി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. അദ്ദേഹത്തെ സംഘാടക സമിതിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുക. ഈ ചരിത്ര മുഹൂർത്തം നാടിനെ കമ്മീഷൻ ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ സമാരാധ്യനായ പ്രധാനമന്ത്രിയാണ്. ഐ solemnly welcome Honorable Prime Minister Shri Narendra Modi ji on behalf of the Government of Kerala and Reception Committee. I delightfully welcome His Excellency our Governor Rajendra Vishwanath Arlekar on behalf of the Reception Committee. ബഹുമാന്യരായ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ശ്രീ സുരേഷ് ഗോപി അവരുകളെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവരുകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. I heartily welcome respected Gautam Adani, our partner. Welcome on behalf of the Reception Committee. നമ്മുടെ സംസ്ഥാന മന്ത്രിമാരായ ബഹുമാന്യരായ ശ്രീ സജി ചെറിയാൻ, ശ്രീ GR അനിൽ രണ്ടുപേരെയും സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യരായ MPമാർ ഡോക്ടർ ശശി തരൂർ, ശ്രീ A റഹീം, ശ്രീ ജോൺ മിട്ടാസ്, ശ്രീ അടൂർ പ്രകാശ് എന്നിവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ M വിൻസെൻ്റ്, അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആരാധ്യയായ മേയർ
ശ്രീമതി ആര്യ രാജേന്ദ്രനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുൻ യൂണിയൻ മിനിസ്റ്റർ, എല്ലാവർക്കും അറിയാവുന്ന പോലെ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പോർട്ടിൻ്റെ MD കരൺ അദാനി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലും സദസ്സിലുമുള്ള ഒട്ടനവധി ക്ഷണിക്കപ്പെട്ട നമ്മുടെ അതിഥികളുണ്ട്. സംസ്ഥാന മന്ത്രിമാർ, MPമാർ, MLAമാർ, മറ്റ് ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രതിനിധികൾ തുടങ്ങി ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ എല്ലാ ക്ഷണിക്കപ്പെട്ട അതിഥികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ചടങ്ങ് ഏറ്റവും സമ്പന്നമാക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ഈ നാടിൻ്റെ പൗരാവലി, എല്ലാ അർത്ഥത്തിലും ഈ നാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ച എല്ലാവരോടും ഈ സന്ദർഭത്തിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അവരെയെല്ലാം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സർവോപരി തുടക്കം മുതൽ തന്നെ ഈ പദ്ധതി അർത്ഥപൂർണമാക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ, എല്ലായ്പ്പോഴും ഇത് ജനകീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും എന്നും അനുകൂലമായ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിനും മുന്നോട്ട് വന്ന മീഡിയ സുഹൃത്തുക്കളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ പ്രദേശത്ത് ഇതിൻ്റെ സാമൂഹ്യമായ ആഘാതമേറ്റ എല്ലാ ആളുകളും നമുക്കറിയാം. ഏതാണ്ട് 2976 പേർക്ക് 114 കോടി രൂപയുടെ വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ അദാനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ക്ഷേമ പ്രവർത്തനങ്ങളും വേറെ നടക്കുന്നു. ഇതെല്ലാം ചേർന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ തുറമുഖം. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് അർത്ഥപൂർണമാകുന്നു. നന്ദി, നമസ്കാരം.